എല്ലാ വർഷവും കേരളത്തിലെ സ്കൂളുകളിൽ പ്രവേശനോത്സവം നടത്താറുണ്ട്. പക്ഷേ അത് കുട്ടികൾക്ക് വേണ്ടിയാണ് നടത്തുന്നത്. കൊച്ചു കുട്ടികൾ സ്കൂളിലേക്ക് എത്തുമ്പോൾ അവർ നല്ല ചാർജായിട്ട് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ സ്കൂളുകളിൽ പ്രവേശനോത്സവം നടത്തേണ്ടത് അത് കുട്ടികൾക്കല്ല, അധ്യാപകർക്കാണ്. വെൽക്കം ടു 2025 എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ റിട്ടയർഡ് അധ്യാപകർക്ക് കൂടി നമ്മൾ പ്രവേശനോത്സവം സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു. 2045, 2050 ഒക്കെ ആവുന്ന സമയത്ത് ഈ ലോകത്തിൻ്റെ നെറുകയിലേക്ക് നമ്മുടെ ഈ രാജ്യത്തിന്, അതുപോലെ നമ്മുടെ അഭിമാനത്തിനൊക്കെ ഉയർത്തിക്കൊണ്ടുപോകേണ്ട കുട്ടികളാണ്. ഇപ്പോൾ 2050 ആവുന്ന സമയത്തെ ആ കുട്ടികളെ കൊണ്ട് പ്രാചീന പുരാതന കാലത്തെ ആചാരങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് ഒരു ഉളുപ്പുമില്ലാതെ കാല് നീട്ടിയിരുന്ന അധ്യാപകരോട് സഹതാപം മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് വായിച്ച് നമുക്ക് ഡയറക്റ്റ് വിഷയത്തിലേക്ക് കിടക്കാം. ഭാരതീയ വിദ്യാനികേതൻ നടത്തുന്ന ചില സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ കഴുകിച്ചെന്ന വാർത്ത അതീവ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത്. ഇത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതും പ്രതിഷേധാർഹവുമാണ്. വിദ്യാഭ്യാസം എന്നത് കുട്ടികളിൽ ശാസ്ത്രബോധവും പുരോഗമന ചിന്തയും വളർത്താനുള്ളതാണ്. ഇത്തരം പ്രവൃത്തികൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നതാണ്. റിപ്പോർട്ടുകൾ പ്രകാരം കാസർഗോഡ് ബന്തെടുക്കയിലെ സരസ്വതി വിദ്യാലയത്തിലും മാവേലിക്കരയിലെ വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിലും സമാനമായ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. ഇത് തീർത്തും ഞെട്ടിപ്പിക്കുന്നതാണ്. CBSE സിലബസ് പിന്തുടരുന്ന ഈ സ്കൂളുകളോട് എത്രയും പെട്ടെന്ന് വിശദീകരണം തേടാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളിൽ അടിമത്ത മനോഭാവം വളർത്തുന്ന ഇത്തരം ആചാരങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. അറിവും സ്വബോധവുമാണ് വിദ്യാഭ്യാസം കൊണ്ട് ലഭിക്കേണ്ടത്. ജാതി വ്യവസ്ഥയുടെ പേരിൽ അക്ഷരം നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നിന്ന് പോരാടി നേടിയെടുത്ത അവകാശമാണ് വിദ്യാഭ്യാസം. ഈ അവകാശം ആരുടെ കാൽക്കീഴിലും അടിയറവ് വെക്കാൻ പാടില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കും. വിദ്യാഭ്യാസ അവകാശ നിയമവും ചട്ടങ്ങളും പാലിക്കാത്ത ഏത് സിലബസിലുള്ള സ്കൂളുകളാണെങ്കിലും നടപടി സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അധികാരമുണ്ട്. ഈ പോസ്റ്റിൽ ആക്ച്വലി എല്ലാ വിഷയമുണ്ട്. എന്താണ് സംഭവിച്ചതെന്നും എന്തിന് നമ്മൾ അതിനെ എതിർക്കണമെന്നും അതിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് എത്രത്തോളം കൈകടത്താൻ അവകാശമുണ്ട് എല്ലാം ഈ ഒരൊറ്റ സിംഗിൾ പോസ്റ്റിലുണ്ട്. എന്നിട്ടും മനസ്സിലാവാതെ ഒരുപാട് ന്യായീകരണ പോസ്റ്റുകളുമായി കുറേ ആളുകൾ കയറി ഇറങ്ങി നിരങ്ങാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുപൂജ എന്നാണ് ഇവർ ഈ പരിപാടിനെ വിളിക്കുന്നത്. കൊച്ചുകുട്ടികൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന, സ്കൂളിലേക്ക് പോകുന്ന, നമ്മൾ ഫീസൊക്കെ കൊടുത്ത് പഠിക്കാൻ കുട്ടികളെ വിടുന്ന സ്കൂളുകളിൽ റിട്ടയർഡ് ആയതും അല്ലാത്തതുമായ അധ്യാപകരും പിന്നെ ഏതൊക്കെയോ വഴിയെ പോകുന്ന ആളുകളൊക്കെ നിരന്നങ്ങ് ഇരിക്കുകയാണ്. കൊച്ചു കുട്ടികളെ കൊണ്ട് അവരുടെ കാല് കഴുകിച്ച് അതിൻ്റെ പുറത്ത് പൂവൊക്കെ അർച്ചിച്ച് തൊഴുത് ഇങ്ങനെയൊക്കെയാണ് ഈ ഗുരുപൂജ എന്ന് പറഞ്ഞ പരിപാടി ഇവർ നടത്തുന്നത്. ഈ ഗുരുപൂജയിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പണ്ട് കാലങ്ങളിൽ ആർഷഭാരത സംസ്കാരം എന്നൊക്കെയാണല്ലോ പറയുന്നത്. ആ സംസ്കാര കാലങ്ങളിൽ ചില ആളുകളുടെ കാല് കഴുകി വേറെ കുറച്ച് ആളുകൾ അറിവ് സമ്പാദിച്ചിരുന്നു അത്രേ. അപ്പോൾ മറ്റാർക്കും അറിവില്ലാതിരുന്ന കാര്യങ്ങൾ നമ്മൾ ഈ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഗുരുപൂജ, ഗുരു എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്കൊക്കെ പോകുമ്പോൾ മറ്റാർക്കും അറിയില്ല, അറിയാൻ അവകാശമില്ല എന്ന് കരുതിയിരുന്ന. കാരണം ഈ പറയുന്ന വേദപാഠങ്ങളാണെങ്കിലും അതുപോലെ തന്നെ പ്രപഞ്ച രഹസ്യങ്ങളാണെങ്കിലും ഇതൊക്കെ അറിയാൻ ഒരു പെർട്ടിക്കുലർ ജാതിയിൽപ്പെടുന്ന അല്ലെങ്കിൽ വർണ്ണശ്രേണിയിൽപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അവർ കുത്തിയിരുന്ന് മറ്റേ ധ്യാനിച്ച് കുറേ അറിവുണ്ടാക്കിയെന്ന് സ്വയം അങ്ങോട്ട് പറയുന്നു. ഇത് പഠിക്കാൻ വേണ്ടി കുറേ ആളുകൾ ഇവരുടെ വീട്ടിൽ ചെന്ന് ഗുരുകുല സമ്പ്രദായത്തിലേക്ക് ഇരുന്ന് പഠിക്കുന്നു. അപ്പോൾ അവിടെ ഒരു പെർട്ടിക്കുലർ ആളുകളുടെ കയ്യിൽ മാത്രമാണ് ജ്ഞാനം ഇരിക്കുന്നത് എന്നാണ് അവർ തന്നെ പറയുന്നത്. ഇപ്പോഴും അതൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട്, ഒന്നും പറയാനില്ല. അപ്പോൾ അവിടെ ഇവരുടെ അടുത്ത് നിന്നേ ഇത് കിട്ടും. അവിടെ പോയി അവരുടെ വീട്ടിൽ ചെന്ന് ആ പരിസരത്തുള്ള ജോലികളൊക്കെ ചെയ്ത് അവരുടെ കൂടെ തന്നെ നിന്ന് കാര്യങ്ങൾ അഭ്യസിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായും അവിടെ നടക്കുന്നത് നമ്മൾ ഈ ഗുരുകുല സമ്പ്രദായം എന്നൊക്കെ പറയുമെങ്കിലും അടിമത്വമാണ്. അവിടെ പോയി അടിമപ്പണി എടുക്കുക. ആ അടിമപ്പണി എടുക്കുന്നതിൻ്റെ ഇടയിൽ പണിയെടുക്കുന്നതിന് ശമ്പളം എന്നുള്ളതിന് പകരം ഇവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇവർ പഠിച്ചു സ്വായത്തമാക്കി എന്നൊക്കെ പറയുന്ന കുറച്ച് വിദ്യകൾ ഈ വരുന്ന ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായും അടിമകൾ ഉടമയുടെ പാദസേവ ചെയ്യണം. അയാൾക്ക് എന്തൊക്കെയാണോ സേവിക്കപ്പെടണമെന്ന് തോന്നുന്നത് അതൊക്കെ സേവിച്ചു കൊടുത്തേ പറ്റും, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എന്ന് വെച്ചാൽ മറ്റാരുടെയും കയ്യിലില്ലാത്ത, മറ്റാർക്കും കഴിയാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഒരാൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരാളെ ഗുരു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി അടിമപ്പണി എടുക്കുകയാണ്. പക്ഷേ ഇന്നത്തെ വിദ്യാഭ്യാസം അതല്ല. ഒരു ഗുരുവും ഇവിടെ പഠിപ്പിക്കാൻ വരുന്നില്ല. മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറയുന്ന നിങ്ങൾ ഏത് കാലത്താണ് ഈ ജീവിക്കുന്നത്? ഇവിടെ അധ്യാപകൻ അധ്യാപിക ഉണ്ടാകുന്നത് അവർ കുറേ ടെസ്റ്റൊക്കെ എഴുതി പഠിച്ച് പാസ്സായി കാശ് കൊടുത്തും കൊടുക്കാതെയും ഒക്കെ ജോലി നേടിയിട്ടുള്ള ആളുകളാണ്. ഇനി അത് മറ്റാർക്കും കഴിയാത്തൊരു കാര്യമാണോ? ഒരു ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് അധ്യാപകനോ അധ്യാപിക ആവാനുള്ള കോഴ്സ് അറ്റൻഡ് ചെയ്ത് ആ കോഴ്സിൻ്റെ പരീക്ഷ കഴിഞ്ഞ് ആർക്കും ഇത് ചെയ്യാൻ പറ്റും. ആർക്കും. ആ കൂട്ടത്തിൽ കുട്ടികളോട് സ്നേഹമുള്ള, ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഈ പണി അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പണി ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് അത് ചെയ്തിട്ടുള്ള കുറച്ച് ആളുകളെ നമ്മളിൽ പലരും ഓർത്തിരിക്കുന്നുണ്ടാവും. പക്ഷേ കുട്ടികളെ ഏറ്റവും മോശമായി ട്രീറ്റ് ചെയ്തിട്ടുള്ള, ഏറ്റവും അഹങ്കാരത്തോടു കൂടി, ഏറ്റവും അധികാരബോധത്തോടു കൂടി കുട്ടികളെ അടിമകളെ പോലെ ട്രീറ്റ് ചെയ്തിട്ടുള്ള അധ്യാപകരുമുണ്ട്. അപ്പോൾ ആർക്കാണ് ഈ കുട്ടികൾ പാദപൂജ ചെയ്യേണ്ടത്? നമ്മുടെ പ്രശ്നം എന്താ അറിയോ? ചില അധ്യാപകരോട് നമുക്കൊരു ഇമോഷണൽ കണക്റ്റ് തോന്നും. അതായത് ഈ സാറ് അല്ലെങ്കിൽ ഈ ടീച്ചർ അവരെൻ്റെ ജീവിതം മാറ്റിയ ആളുകളാണ്, അവരെന്നോട് അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, ഇത് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ.
പക്ഷേ അതിനെ നമുക്ക് എന്തുകൊണ്ടാണ് ഒരു ഇമോഷണൽ കണക്റ്റായിട്ട്, ഒരു ഹ്യൂമൻ ഇമോഷനായിട്ട് കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? എനിക്ക് എൻ്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ക്ലെയർ എന്ന് പറയുന്ന ഒരു സിസ്റ്ററാണ്. എന്നെ സ്കൂളിൽ പഠിപ്പിച്ച, സെൻറ്റ് ഓഗസ്റ്റിൻ സ്കൂളിൽ പഠിപ്പിച്ച, 8ാം ക്ലാസ്സിൽ മലയാളം ടീച്ചറായിട്ട് വന്ന അവരുടെ ആദ്യത്തെ ദിവസം അവരാദ്യം കാണുന്ന സ്റ്റുഡൻറ്റ് ഞാനാണ്. ഞാൻ എൻ്റെ ലൈഫ് മാറുന്നതായിട്ട് കാണുന്നത് അവരിലൂടെയാണ്. അത്രയധികം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്ത, ഇനിയും അവരെൻ്റെ അധ്യാപികയായിട്ട് വരികയാണെങ്കിൽ ഞാൻ സന്തോഷിക്കും എന്ന് പറയുന്ന അത്രയും എനിക്ക് അവരെ ഇഷ്ടമാണ്. ഞാനതിനെ ഇഷ്ടമായിട്ടാണ് കാണുന്നത്. മറ്റേ ഗുരു, വന്ദനം, പൂജ പരിപാടിയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഞാൻ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? ഞാനൊരു ഹ്യൂമനാണ്, അവരൊരു ഹ്യൂമനാണ്, അവരവരുടെ ജോലി ചെയ്തു. ആ ജോലിക്കൊപ്പം ഒരു മനുഷ്യജീവി എന്ന പരിഗണന മറ്റ് അധ്യാപകരെക്കാൾ കൂടുതൽ അവരെനിക്ക് തന്നതുകൊണ്ടായിരിക്കാം എൻ്റെ ഉള്ളിലുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കപ്പെടണം എന്ന് ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയ്ക്ക് അവരുടെ ആഗ്രഹം കൊണ്ടാണ്, എൻ്റെ എന്നല്ല എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്തിട്ടുണ്ട്. അവർ നല്ല ഹ്യൂമൻ ബീയിങ് ആണ്. അവരെ ഞാൻ എന്തിനാണ് ഈ കണ്ണും മൂക്കും ഇല്ലാത്ത, രൂപമില്ലാത്ത ഒരു ദൈവമാണ് എന്ന് പറഞ്ഞ് ആരാധിക്കാൻ മെനക്കെടുന്നത്? ഞാൻ എന്തിനാണ് അവരുടെ കാല് കഴുകുന്നത്? മാത്രമല്ല, ഒന്ന് പറഞ്ഞ് രണ്ടിന് നേരെ കാലിലേക്ക് പോവുകയാണേ. കാലിൽ എന്താണ് ഇരിക്കുന്നത്? പാദത്തിനടിയിൽ, കാലിനടിയിൽ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു, നിങ്ങൾ അടിയിലേക്കാണ്, നിങ്ങൾ മറ്റേ വണങ്ങി കീഴടങ്ങി നിന്ന് കൊടുക്കുകയാണ്. അത് അടിമയാണ്. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു സൊല്യൂഷൻ പറയാം. നിങ്ങൾക്ക് ഗുരുപൂജയൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഫൈൻ, നിങ്ങൾ നടത്തിക്കോളൂ, എല്ലാ വർഷവും പരിപാടി നടന്നോട്ടെ. പക്ഷേ അത് ഇന്ന് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് ചെയ്യിക്കരുത്. അവർ 10-18 വയസ്സായി, ഒരു 25-26 വയസ്സാകുമ്പോഴാണ് അവരുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് വർക്ക് ചെയ്ത് തുടങ്ങുക. നിങ്ങൾ 2040-ലോ 35-ലോ ഒക്കെ പണിയെടുക്കാൻ പോകുന്ന കുട്ടികളെയാണ് ഇപ്പോൾ ഈ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടികൾ വളർന്ന് വലുതാവട്ടെ, അവരുടെ 18 വയസ്സ് കഴിഞ്ഞ് 20 വയസ്സ് കഴിഞ്ഞ് അവരൊരു ജോലിക്ക് കയറി ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച് തുടങ്ങുമ്പോഴാണ് നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളുകൊണ്ട് എന്തെങ്കിലും ഗുണം കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് കുട്ടി തിരിച്ചറിയുക. എൻ്റെ ഒരു 25 വയസ്സിലേക്കൊക്കെ, 22-23 വയസ്സിലേക്ക് എത്തുമ്പോഴാണ് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിൽ ഓരോ ആളുകളും എൻ്റെ ലൈഫിൽ എങ്ങനെയാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതെന്നും ഒരു സാമൂഹ്യ ജീവിയായി മാറാൻ, നല്ലൊരു സാമൂഹ്യ ജീവിയായി, ഒരു ടീം പ്ലെയറായിട്ട് മാറാൻ അവരെന്നെ എത്രത്തോളം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പ്രായത്തിലെത്തട്ടേന്നേ, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാമല്ലോ. ഞാൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ അധ്യാപകരുടെയും ഭയങ്കര സ്നേഹത്തോടുകൂടി ഓർക്കുന്ന ആളൊന്നുമല്ല. എനിക്ക് നല്ല വെറുപ്പ് തോന്നിയിട്ടുള്ള അധ്യാപകരുണ്ട്. ഇവരെന്നോട് അന്ന് അങ്ങനെ ചെയ്തല്ലോ പറഞ്ഞല്ലോ എന്ന് ആലോചിച്ച് എനിക്ക് നല്ല ദേഷ്യം തോന്നുന്ന അധ്യാപകരുണ്ട്. അന്ന് അവരെന്നെ കൊണ്ട് അവരുടെ കാല് കഴുകിച്ചിരുന്നെങ്കിൽ ഞാനതിൽ ഇന്ന് കുറ്റബോധം അനുഭവിക്കേണ്ടി വന്നേനെ. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പഠിപ്പിക്കുന്ന പിള്ളേരെയൊക്കെ നിങ്ങൾ പഠിപ്പിച്ചു വിടും, എന്നിട്ട് ഇവിടെ എല്ലാ വർഷവും പാദപൂജ നടത്തുന്നതായിരിക്കും എന്നൊരു ബോർഡ് വെച്ചോ. ഈ പഠിച്ച് സ്കൂളിൽ നിന്ന് പഠിച്ചു പോയി സമൂഹത്തിൻ്റെ ഭാഗമായി ജോലി ചെയ്ത് അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്ത് കുറേ ആളുകളുമായി ഒരുമിച്ച് ജീവിച്ച് ഒരു കുടുംബജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ അന്ന് ആ അധ്യാപകർ എന്നോട് പറഞ്ഞു തന്നിരുന്ന ഓരോ കാര്യങ്ങളെന്ന് അവർ കുഞ്ഞു കുഞ്ഞു കഥകളിലൂടെ പറഞ്ഞത്, അന്ന് അവരുടെ പ്രവൃത്തിയിലൂടെ അവരെനിക്ക് പറഞ്ഞു തന്നത്, മനസ്സിലാക്കിച്ച് തന്നത്, അതൊക്കെ എൻ്റെ ജീവിതത്തിന് ഒരുപാട് ഉപകാരം ഉണ്ടാവുന്നു എന്ന് തോന്നുന്ന വിദ്യാർത്ഥികൾ അധ്യാപകരെ തേടി വന്ന് കാല് കഴുകട്ടേന്നേ. ഇത് പറ്റൂലേ? എത്ര പേര് വരാൻ? കുറേ അധ്യാപകർ കാല് നീട്ടി പിടിച്ചിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ ഗുരുപൂജ നടത്തി എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ റിട്ടയർഡ് അധ്യാപകരടക്കം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ആ അധ്യാപകരുടെയൊക്കെ കാല് കഴുകാൻ എന്തേ അവർ പഠിപ്പിച്ചു വിട്ട മറ്റ് വിദ്യാർത്ഥികൾ വന്നില്ല? ഒരു ദിവസത്തെ പരിപാടിയൊക്കെ മാറ്റി വെച്ച് എനിക്ക് ആ ടീച്ചറുടെ കാല് കഴുകി വന്നിക്കണം എന്ന് പറഞ്ഞ് ആരും എന്താ വരാത്തെ? അങ്ങനെ വരുന്ന അധ്യാപകരെ നമ്മൾ ഗുരു ആയിട്ട് കണ്ടാൽ മതി എന്നെന്താ തീരുമാനിക്കാത്തത്? അപ്പോൾ അത് പറ്റൂല. ഇതിനൊരു ആചാരമായി നിലനിർത്തി പോരണം. ഇതിനെ ഒരു അടിമ ഉടമ സമ്പ്രദായമായി ഇങ്ങനെ നിലനിർത്തി പോരണം. നമ്മുടെ ആർഷ ഭാരത സംസ്കാരമാണ് എന്ന് പറഞ്ഞ് ഉദ്ഘോഷിച്ചുകൊണ്ട് നടക്കണം. ഇത് ജാതി വ്യവസ്ഥയുടെ ഭാഗമാണ്, വർണ്ണവ്യവസ്ഥയുടെ ഭാഗമാണ്. ബ്രാഹ്മണൻ മാത്രം വേദങ്ങളും പാഠങ്ങളും ഒക്കെ പഠിക്കുകയും അയാളുടെ അടുത്ത് പോയി ബാക്കിയുള്ളവർ പഠിക്കണം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടായിരുന്ന സമയത്ത് കീഴ്ജാതിക്കാരായിരുന്ന ആളുകൾ അവർ വിദ്യാഭ്യാസം നേടരുത് എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ വർണ്ണ വ്യവസ്ഥയെക്കുറിച്ചൊക്കെ ഭയങ്കര പുണ്യ പരിപാടിയായിട്ടൊക്കെ വർണ്ണിക്കുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ട്. പ്രോ സംഘ് യൂട്യൂബ് ചാനലുകളാണ്. ആ ചാനലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റേ ഈ വർണ്ണ വ്യവസ്ഥ എന്ന് പറയുന്നത് ചെയ്യുന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് അവർ കുറേ ഫോട്ടോസ് കാണിക്കും. നിങ്ങൾക്ക് ആ ഫോട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് അവന്മാർ ഉദ്ദേശിക്കുന്നതെന്ന്. പറയുമ്പോൾ വലിയ തള്ളൊക്കെ തള്ളും, പക്ഷേ അടിസ്ഥാനപരമായി ഒരു വലിയ വിഭാഗം ജനങ്ങളെ അടിച്ചമർത്തി ജീവിച്ചിരുന്ന സെറ്റപ്പാണത്. ആ സെറ്റപ്പിൽ ഈ പറയുന്ന ഗുരുവിൻ്റെ അടുത്ത് പോയി പാഠങ്ങൾ പഠിക്കാൻ വർണ്ണവ്യവസ്ഥയുടെ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക്, ദളിതർക്ക് സാധിച്ചിരുന്നില്ല. അവരത് ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ എണ്ണിപ്പെറുക്കി അവിടുന്ന് ഇവിടുന്ന് മറ്റേ ആളുടെ മോനല്ലേ, ഇയാളുടെ മോളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഉദാഹരണങ്ങളൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഒരു സമൂഹത്തിൻ്റെ, ഒരു വിഭാഗത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് ഇവിടെ ആരും ഒരു ഉണ്ടംപൊരിയും മറിച്ചിട്ടില്ല. പിന്നെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ മറ്റേ പുള്ളി പറഞ്ഞ പോലെ ഉന്നത കുലജാതരല്ലാതിരുന്ന വലിയൊരു വിഭാഗം ആളുകൾ വിദ്യാഭ്യാസത്തെ അവകാശമായി നേടിയെടുത്തതാണ്. ഇന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവകാശമാണ്. സ്കൂളിൽ പോയി ഒരു അധ്യാപകൻ്റെ പുറകെ നടന്ന് എനിക്കിച്ചിരി വിദ്യ പറഞ്ഞു തരുമോ എന്ന് ഇരക്കേണ്ട ഒരു സിറ്റുവേഷനും ഒരു കുട്ടിക്കില്ല. കേരളത്തിൽ, ഇന്ത്യയിൽ
വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടിയുടെ അവകാശമാണ്. കുട്ടികൾ എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ അവകാശത്തിലും സംരക്ഷണയിലുമുള്ള ആളുകളാണ്. അവരെ കൊണ്ട് കണ്ണി കണ്ടവരുടെ കാല് കഴിയിക്കേണ്ട ഒരു കാര്യമില്ല. ഈ അധ്യാപകർ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ആളുകളാണ്. അധ്യാപകരുടെയൊക്കെ ശമ്പളം നിർത്തലാക്കാം. ഈ കാല് കഴുകാൻ വേണ്ടി ഒരു ഉളുപ്പില്ലാതെ കാല് നീട്ടി വന്നിരുന്ന എത്ര അധ്യാപകർ പണിയെടുക്കുമായിരുന്നു. എത്ര അധ്യാപകർ വേറെ ഒരു ജോലിക്ക് ഞാൻ പോകില്ല, എനിക്ക് എൻ്റെ കുട്ടികൾ മതിയേ എന്ന് പറഞ്ഞ് അവർ കൊണ്ടുതരുന്ന ചക്കയോ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഞാൻ ജീവിച്ചോളാം എന്ന് പറയുമായിരുന്നു. അവർ പണിയെടുത്ത് ശമ്പളം വാങ്ങി ജീവിച്ച ആളുകളാണ്. അവർ ജോലി ചെയ്തവരാണ്. ഇനി എല്ലാ തൊഴിലിനും മഹത്വമുണ്ട് ഉണ്ണി എന്നൊക്കെ പറഞ്ഞ് തള്ളാൻ വരുന്ന കുറേ ആളുകളുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ആശാരി പൂജ നടക്കുന്നില്ല? ഇപ്പോൾ ഈ വേദങ്ങളിലും മറ്റുമൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള കുറേ ദൈവങ്ങളുണ്ടല്ലോ, വർണ്ണിച്ചങ്ങ് വെച്ചിരിക്കുകയാണ്. ചില വർണ്ണനയൊക്കെ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ മോനെ. അപ്പോൾ ഇങ്ങനെ വർണ്ണിച്ച് വെച്ചിരിക്കുന്ന ഈ ദൈവങ്ങളെ എന്തുകൊണ്ട് രൂപങ്ങളാക്കി മാറ്റുന്ന ആശാരിമാരെ ഇവിടെ പൂജിച്ചിട്ടില്ല? ആശാരി പൂജ എന്നൊരു ദിവസം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. എത്ര ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ സന്യാസി വര്യന്മാരായിട്ടുള്ള ആളുകൾ എത്ര ആശാരിമാരെ പൂജിച്ചിട്ടുണ്ട്? എന്തുകൊണ്ടൊരു കൊല്ലൻ പൂജ വരുന്നില്ല? ഈ വിഗ്രഹങ്ങളൊക്കെ കല്ലിൽ കൊത്തിയെടുക്കുന്നത് കൊല്ലനാണല്ലോ, അല്ലാതെ ഈ പറയുന്ന മറ്റേ ഞാനൊരു ഋഷിവര്യനാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന എത്ര പേര് അത് ചെയ്തിട്ടുണ്ട്? അപ്പോൾ കൊല്ലനെ പൂജിക്കണ്ടേ? ഈ പറയുന്ന ദൈവത്തിന് രൂപമുണ്ടാക്കി എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ അതിനെ പ്രദർശിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും ഉത്തുംഗമായ കലാസൃഷ്ടികൾ സൃഷ്ടിച്ചിട്ടുള്ള അവരെ എന്തുകൊണ്ട് നമ്മൾ ആചരിക്കുന്നില്ല? ഇതൊക്കെ പോട്ടെ, ഈ പറയുന്ന ഋഷിവര്യന്മാർക്ക് വരെ തിന്നാൻ ആഹാരം കഴിക്കാൻ വല്ല പരിപാടി നടക്കണമെങ്കിൽ ഈ നിലത്തിൽ പണിയെടുക്കുന്ന ആളുകൾ വേണമായിരുന്നു, പുലത്തിൽ പണിയെടുക്കുന്നവൻ വേണമായിരുന്നു. എന്തുകൊണ്ട് പുലയ പൂജ നടക്കുന്നില്ലായിരുന്നു? ആർഷഭാരത സംസ്കാരത്തിൽ ഈ പറയുന്ന ഋഷിയെ അംഗീകരിച്ചുള്ളൂ, അല്ലെങ്കിൽ വർണ്ണവ്യവസ്ഥയുടെ ഏറ്റവും മുകളിൽ തട്ടിൽ നിൽക്കുന്ന ഈ പറയുന്ന ക്ഷത്രിയനോ ബ്രാഹ്മണനോ ഒക്കെ ഇവിടെ പൂജിക്കപ്പെട്ടിട്ടുള്ളൂ, അല്ലാതെ ദളിതന്മാരുടെ അവകാശമൊന്നും അല്ലായിരുന്നു അത്. എന്നാൽ ഇവിടെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതി ഉണ്ടെന്നും ആരും ആരുടെയും അടിമകളല്ല എന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം അവകാശമാക്കി കൊടുത്തിരിക്കുന്നത്. അത് നിർബന്ധമാണ്. അപ്പോഴാണ് കുറേ എണ്ണം ഞങ്ങൾ ഗുരുക്കന്മാരാണ് എന്ന് പറഞ്ഞ് കാല് നീട്ടി വെച്ചിരിക്കുക. എന്ത് ക്വാളിറ്റി ഉണ്ട്, ഉളുപ്പുണ്ടോ ചങ്ങായ എനിക്ക് എന്ന് ചോദിക്കാൻ തോന്നുന്ന സംഭവമാണത്. ഇവരുടെ പ്രശ്നം എല്ലാ കാലിലേക്കാണ് പോകുന്നത്. ഗുരുവിൻ്റെ പാദം എന്ന് പറയുന്നത് ജ്ഞാനപ്രതീകമാണെന്നൊക്കെ പറഞ്ഞ് വലിയ പോസ്റ്റ് ഇട്ട് ഒരു മഹാൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു. എൻ്റെ പൊന്ന് ചങ്ങായി, തലച്ചോറ് എവിടെ ഇരിക്കണത്, കിഡ്നി എവിടെ ഇരിക്കണതെന്ന് അറിയാതിരുന്ന കുറേ ആളുകൾ കയ്യും കാലും ഒക്കെ പൂജിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഒരുത്തൻ മറ്റൊരുത്തൻ്റെ മുമ്പിൽ ഇങ്ങനെ വണങ്ങി നട്ടെല്ല് വളച്ച് നിൽക്കുന്നത് കാണുമ്പോൾ രോമാഞ്ചം വന്നിരുന്ന ഏതോ കിഴങ്ങന്മാരുണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ആചാരമാണത്. ഒരാൾ മറ്റേ ആളുടെ കാല് തൊട്ട് വണങ്ങുക, അയാളുടെ മുമ്പിൽ കീഴടങ്ങാണ്, വളയാണ്. ഇത് മൃഗങ്ങളുടെ ഇടയിലും ഉണ്ട്. ഏതോ ഒരു ജീവി ആക്രമിക്കാൻ വന്നാൽ നമ്മൾ തറയോട് ചേർന്ന് കിടന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് അങ്ങനെ ഇവിടെ വായിച്ചൊരു ഓർമ്മയുണ്ട്. ആ പരിപാടിയുടെ ബാക്കി പത്രമാണിത്. ഗുരുവിൻ്റെ ജ്ഞാനത്തിനെ പ്രതീകമായി കണ്ടുകൊണ്ട് പൂജിക്കാനാണെങ്കിൽ എന്തുകൊണ്ട് തല പൂജിക്കുന്നില്ല? തലച്ചോറില്ലേ ഗുരുവിൻ്റെ തലയിൽ? അങ്ങനെ വരുമ്പോൾ അത് കുളിപ്പിക്കലായി പോകും. അവരെല്ലാ ദിവസവും കുളിച്ചിട്ടല്ലേ വന്ന്? അല്ല, അവരെല്ലാ ദിവസവും കുളിച്ചിട്ടല്ലേ വന്നെ? നിങ്ങൾ എന്തിനാ ഇതൊക്കെ കഴുകാൻ പോണത്? ഇപ്പോൾ ഒരു 10-18 വയസ്സ് 20 വയസ്സൊക്കെ ആയിട്ടുള്ള ഒരാൾ ഇതേപോലെ ഒരാളെ പൂജിക്കണം, ഒരു അവാർഡ് വാങ്ങുമ്പോൾ കാല് തൊട്ട് തൊടണം, അത് അവരുടെ ഇഷ്ടം, എന്താണെന്ന് വെച്ചാൽ കാണിച്ചോട്ടെ. പക്ഷേ പ്രായപൂർത്തിയായിട്ടില്ലാത്ത കൊച്ചുകുട്ടികളെ ഇതൊക്കെ ശീലിപ്പിച്ചിട്ട് ഇതൊക്കെയാണ് മക്കളെ നമ്മുടെ സംസ്കാരം, ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഒരടിമയെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ ഈ അധ്യാപകർ കൊച്ചിൻ്റെ മെക്കിട്ട് കയറുന്ന സമയത്ത്, പിള്ളേരെ അപകടകരമായ രീതിയിൽ ഡീൽ ചെയ്യുന്ന സമയത്ത് ഈ കുട്ടി ഇതെങ്ങനെ വിളിച്ചു പറയും? എന്ത് ധൈര്യത്തിൽ ഈ പാദപൂജ ചെയ്ത കുട്ടികൾ അവരുടെ വീട്ടിൽ വന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ മോശമാണ്, അവർ പഠിപ്പിക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ഞങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്ന് എത്ര വീട്ടിൽ വന്ന് പറയും? കാരണം അവർ കാണുന്ന മറ്റേ ദൈവമാണ്, അവർ ദൈവമല്ല. അത് ഈ പറയുന്ന മാഷും ടീച്ചറും വിളിയൊക്കെ നിർത്തിയിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് അധ്യാപകരെ പേര് വിളിക്കാൻ പറ്റാത്തത്? ആ പേരിൻ്റെ ഒപ്പം ടീച്ചറെ ചേർക്കണം എന്നുണ്ടെങ്കിൽ കുട്ടികൾ എത്രത്തോളം ക്ലോസ് ആവും? അവർ ഫീസ് കൊടുത്തിട്ട് പഠിക്കുന്ന ആളുകളാണ്. ഇനി അവർ ഡയറക്റ്റ് ഫീസ് കൊടുക്കുന്നില്ലെങ്കിൽ അവർ തരേണ്ട ഫീസ് ഗവൺമെൻറ് തരുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ കാലം നീട്ടി വെച്ചിരിക്കുന്നത്? സമത്വ സുന്ദരമായ ഒരു ലോകത്തേക്കാണ് നിങ്ങൾ വളർന്നു പോകുന്നത് എന്ന് കുട്ടികളോട് പറയുമ്പോൾ അവർ സ്കൂളിൽ ഈ സാധനം കാണുന്നില്ലല്ലോ. സമത്വം അവിടെ നിന്ന് ആരംഭിക്കണ്ടേ? അവിടെ നമ്മൾ കൃത്യമായ ഉദാഹരണങ്ങൾ കാണിച്ചു കൊടുക്കണ്ടേ? എൻ്റെ ഏറ്റവും വലിയ ആശ്വാസമാണ്, ഞാൻ ഇന്ന് വരെ പഠിച്ച ഒരു സ്കൂളിലും കോളേജിലും അവർ കാല് തൊട്ട് തൊടാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്തിട്ടില്ല എന്നല്ല, കാര്യം എൻ്റെ കുട്ടിക്കാലത്ത് ഈ സാധനങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കാണും. പിന്നെ കാല് തൊട്ട് തൊടണം എന്നുള്ളത് മറ്റേ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു വിടുന്ന പരിപാടികളാണ്. ഒരാവശ്യമില്ലാത്ത പരിപാടിയാണ്. ആ കീഴടങ്ങൽ കൊണ്ട്, ആ മുട്ടുവളക്കലുകൊണ്ട് നിങ്ങൾക്കൊരു തേങ്ങയും കിട്ടാൻ പോകുന്നില്ല. ഈ പുറത്ത് ഫിസിക്കലായിട്ട് വളഞ്ഞു നിന്നിട്ട് ഉള്ളിൽ ഇവൻ്റെയൊക്കെ കാല് പിടിക്കേണ്ടി വന്നല്ലോ എന്ന് ചിന്തിക്കുകയോ, അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ചെയ്തിട്ട് എന്താണ് കാര്യം? വിനയം നിങ്ങളുടെ ഉള്ളിലുണ്ടാവേണ്ടതാണ്. ആ വിനയത്തിൻ്റെ അർത്ഥം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അയ്യോ മഹാനുഭാവലു എന്ന് ചിന്തിക്കുന്നതല്ല. ജനാധിപത്യത്തെക്കുറിച്ച്, ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് ഇവർ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാവുക? ഈ കാലം നീട്ടി വെച്ചിരുന്ന അധ്യാപകരൊക്കെ അവർ പഠിപ്പിച്ചിരുന്ന സമയത്ത്, അവർ റിട്ടയർ അധ്യാപകർ കുറേ പേരുണ്ടെന്ന് പറഞ്ഞാൽ, അവർ പഠിപ്പിച്ചിരുന്ന സമയത്ത് അവർ പഠിപ്പിച്ചിരുന്ന
വരുന്ന കുട്ടികളെ അവരെങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും? കാരണം അവർ അടിമകളാണല്ലോ. ശാസ്ത്രബോധവും പുരോഗമനവും നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കണ്ടേ? ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് വിശ്വാസികൾക്ക് സഹിക്കില്ല. അവരുടെ വിചാരം ഈ പുരോഗമനം എന്ന് പറഞ്ഞാൽ വിശ്വാസങ്ങളെ മുഴുവൻ തള്ളി പറയുന്ന ഒന്നാണ്. വിശ്വാസം എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ നിന്നോട്ടെ. പക്ഷേ അതിനെ ആചാരമാക്കി മാറ്റി ഈ പറയുന്ന ഒരു ഹൈറാർക്കിയൽ സിസ്റ്റം ഉണ്ടാക്കി, നമുക്ക് മുകളിൽ ഇന്ന ആൾക്കാരുണ്ട്, അവർക്ക് മുകളിൽ ഇന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നത് അടിസ്ഥാനപരമായി നിങ്ങൾ ജാതി വ്യവസ്ഥ കുട്ടികളിലേക്ക് പല രീതിയിൽ ഇൻജെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗുരുവിൻ്റെ അതോറിറ്റിയും ശിഷ്യൻ്റെ അടിമത്വവും നിങ്ങൾ പറഞ്ഞു ഉറപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്തരം പരിപാടികൾക്കെതിരെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അതിനുശേഷം വിദ്യാർത്ഥി സംഘടനകൾ SFIയും DYFIയും പോസ്റ്റൊക്കെ ഇടുന്നു. അതിൻ്റെ ഒക്കെ താഴെ കോപ്പി പേസ്റ്റ് ആയിട്ട് എനിക്കൊന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചിട്ടായിരിക്കും കോപ്പി പേസ്റ്റ് ആയിട്ട് വന്നിരുന്ന ഒരു കമൻറ്റ് ഇങ്ങനെയാണ്: വിരമിച്ച ദിവസം പ്രധാന അധ്യാപികയ്ക്ക് കുഴിമാടമൊരുക്കിയ കേരളത്തിൽ (SFI) അധ്യാപികയുടെ കസേര പരസ്യമായി കത്തിച്ച കേരളത്തിൽ, വിരമിച്ച ദിവസം HMന് റീത്ത് സമർപ്പിച്ച കേരളത്തിൽ, ക്ലാസ് മുറിയിൽ കുട്ടികളുടെ മുന്നിലിട്ട് അധ്യാപകനെ കൊന്നൊടുക്കിയ കേരളത്തിൽ, കൂടെ പഠിക്കുന്ന ASF വനിതാ നേതാവിൻ്റെ മുലയ്ക്ക് പിടിക്കുന്ന കേരളത്തിൽ, ക്യാമ്പസുകളിൽ യോനി കവാടമുണ്ടാക്കുന്ന കേരളത്തിൽ, കൂടെ പഠിച്ചവനെ മണിക്കൂറുകളോളം വിചാരണ നടത്തി ആഹാരവും വെള്ളവും കൊടുക്കാതെ കൊന്നു കെട്ടിത്തൂക്കിയ കേരളത്തിൽ, 10ാം ക്ലാസ്സുകാരനായ സഹപാഠിയെ കൂട്ടം ചേർന്ന് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേരളത്തിൽ, സ്കൂൾ കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവും മയക്കുമരുന്നും നൽകുന്ന കേരളത്തിൽ, ഗുരുപൂജ തെറ്റാണ്, അത് നടത്താൻ പാടില്ല, നമ്മുടെ കേരളം സമത്വ സുന്ദര മനോഹര കേരളമാണ്. ഈ സാധനമാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ സംഭവങ്ങൾ പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെ ആരും സ്വാഗതാർഹമാണ്, ഇതൊക്കെ എന്നും നടക്കട്ടെ എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല, ആഘോഷിച്ചിട്ടില്ല. ഈ സംഘടനകൾ, ഇപ്പോൾ ഈ പറയുന്ന ഇത്രയും ആരോപണങ്ങളുള്ള ഈ സംഘടനകൾ ഇതിനെതിരെ പ്രതിഷേധിച്ചു എന്നുള്ളതുകൊണ്ട് ഇതിനെതിരെയുള്ള പ്രതിഷേധത്തിന് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യം ഇവിടെയില്ല. സംഘടനകൾക്കെതിരെയുള്ള നിങ്ങളുടെ പ്രതിഷേധങ്ങൾ തുടരട്ടെ. തീർച്ചയായും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആര് ചെയ്തു കഴിഞ്ഞാലും ഒരു വ്യക്തിയെ അയാളോടുള്ള എതിർപ്പുകൾ, ആശയങ്ങളോടുള്ള വിയോജിപ്പുകൾ ഇതൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാം. അപ്പോൾ പോലും ഒരു വ്യക്തിയെ അപമാനിക്കുന്ന, അവഹേളിക്കുന്ന സംഭവങ്ങൾ ഒഴിവാക്കാവുന്നതാണ്. അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ നടക്കട്ടെ. പക്ഷേ ഈ കമൻറ്റ് കൊണ്ട് ഇപ്പം നടന്ന വൃത്തികേട് മറയ്ക്കാൻ ശ്രമിക്കരുത്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നൊരു സിനിമയുണ്ട്. അതിൽ അജു വർഗീസ് അവതരിപ്പിച്ചിട്ടുള്ള ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിൽ പലർക്കും പല അധ്യാപകരും ഓർമ്മ വരും. ഗുരുപൂജയൊക്കെ ചെയ്യണം, കുട്ടികൾ ഗുരുവിൻ്റെ മഹത്വം അറിയണം എന്ന് പറയുന്ന ആളുകൾക്ക് പോലും ഓർത്തു വെക്കാൻ അത്തരം ഒരിക്കലും മറക്കാനാവാത്ത ഒരു അധ്യാപകനോ ഒരു അധ്യാപികയെങ്കിലും ജീവിതത്തിലുണ്ടാകും. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചാരു വാഴക്കൻ എന്ന് പറയുന്ന ആൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്രിയപ്പെട്ട അജു വർഗീസ്, സ്ഥാനാർത്ഥി ശ്രീകുട്ടനിൽ നിങ്ങൾ അഭിനയിച്ചപ്പോൾ മോഡലാക്കിയത് ഞങ്ങളുടെ ഡ്രിൽ മാഷ് ജോൺസൺ മാഷിനെയാണോ? നിങ്ങൾ അവതരിപ്പിച്ച കഥാപാത്രം ജോൺസൺ മാഷിനെ പോലെ ക്രൂരനായിരുന്നു. ഇത് ജോൺസൺ മാഷ് വായിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സിനിമ കാണണമെന്നും. ഒരിക്കലും മാഷ് എന്ന വിളി കേൾക്കാൻ ഒരു യോഗ്യതയുമില്ലാത്ത ഒരാളായി എനിക്ക് തോന്നിയിട്ടുള്ള ആളാണ് ഞങ്ങളുടെ ഡ്രിൽ മാഷ് ജോൺസൺ. ഡ്രിൽ മാഷ് ജോൺസൺ ഒന്നും ഒരു സിംഗിൾ വ്യക്തിയോ അല്ലെങ്കിൽ ഒരിക്കൽ സംഭവിച്ചു പോയ കാര്യമൊന്നുമല്ല. ഇഷ്ടം പോലെയുണ്ട് ഈ പറയുന്ന ജോൺസൺ. ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ മതത്തിൽ നിന്നും എല്ലാ കാറ്റഗറിയിൽ നിന്നും ഇതുപോലെയുള്ള അതിക്രൂരന്മാരും ക്രൂരകളുമായിട്ടുള്ള അധ്യാപകരുണ്ടായിട്ടുണ്ട്. അത്രമേൽ ക്രൂരനായ ഒരാൾ, കുട്ടികളെ തല്ലിച്ചതയ്ക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരാൾ, അയാളൊരു സൈക്കോ ആയിരുന്നു എന്നെനിക്ക് കാലം പിന്നിടുമ്പോൾ തോന്നിയിട്ടുണ്ട്. ഒരു പീരീഡ് ടീച്ചർമാർ വന്നില്ലെങ്കിൽ ഉടനെ അയാൾ കയറി വരും. മാഷാണല്ലോ. അതുകൊണ്ട് തന്നെ അറിയുന്നതും അറിയാത്തതുമായ പുസ്തകം നിവർത്തിപ്പിടിച്ചൊരു വായനയാണ്. മാഷ് വായിക്കുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ, അങ്ങനെ തോന്നിയില്ലെങ്കിൽ അതിനും കിട്ടുമടി. വെറുമടിയല്ല, അയാളുടെ സകല ശക്തിയും എടുത്ത് ആഞ്ഞടിക്കും. ഞങ്ങൾ ഈ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ആമ്പിള്ളേർ ഡെസ്കിൻ്റെ അടിയിൽ കൈവച്ച്, നമ്മളിങ്ങനെ ഇവിടെ കൈവച്ചിട്ട് ഇരിക്കില്ലേ, ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു കുൽസിത പ്രവർത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് വന്ന് തല്ലുന്നൊരു മാഷുണ്ടായിരുന്നു. പുള്ളി വായിക്കുന്ന സമയത്ത് പുള്ളി വായിക്കുന്നതിൻ്റെ കൃത്യമാ അക്ഷരത്തിൻ്റെ മുകളിൽ കൂടി നമ്മുടെ കൈവിരൽ പോകണം എന്നാണ് പുള്ളി പറയുക. അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ കൈക്കായിരിക്കും അടി കിട്ടുന്നത്. കൈ ഇങ്ങനെ വെച്ചിരിക്കുന്ന കയ്യിൽ അത് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേ ചൂരലുകൊണ്ട് അടിക്കും, വിരലിലെ അടിക്കും എന്ന് വാശി പിടിച്ചിരുന്ന അധ്യാപകരുണ്ടായിരുന്നു. സൈക്കിളിലോ നടന്നോ വരുമ്പോൾ അയാളെ വണ്ടി ഇടിക്കണേ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരു കുഞ്ഞു പോലും ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിട്ടില്ല. നഖം വെട്ടാതെ, നഖത്തിൽ നെയിൽ പോളിഷ് ഇട്ടാൽ ഡെസ്കിൽ കൈ നിവർത്തി വെച്ച് അടിക്കും സ്കെയിലും ഉണ്ട്. പുസ്തകത്തിൻ്റെ ചട്ട കീറിയാൽ അയാൾ ഉദ്ദേശിച്ച ചട്ട ഇട്ടില്ലെങ്കിൽ അപ്പോൾ കിട്ടും അടുത്ത അടി. എൻ്റെ ദാരിദ്ര്യത്തെ, എൻ്റെ വീടിനെ പുച്ഛിച്ച മനുഷ്യൻ. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ അധ്യാപകരെ. ലെഫ്റ്റ് റൈറ്റ് അടിക്കുന്നത് തെറ്റിയാൽ അപ്പോൾ കിട്ടും പാവാട പൊക്കി അടി. അടി കൊണ്ട് എൻ്റെ കാലുകൾ പൊട്ടിയിട്ടുണ്ട്. അയാൾക്ക് എന്നോട് എന്തോ വൈരാഗ്യമുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പലതും പറഞ്ഞ് അയാൾ എന്നെ കളിയാക്കിയിട്ടുണ്ട്. എന്നെ മാത്രമല്ല പലരെയും. പലതും ഞാൻ വീട്ടിൽ പറയാതിരുന്നിട്ടുണ്ട്. കാശുകാരോടും പഠിപ്പിസ്റ്റുകളോടും പ്രത്യേക മമതയുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. പണ്ടത്തെ ഒരു സ്കൂൾ ഇൻസിഡൻ്റാണ്. അതിൽ ഞാനടക്കം കുറേ പേര് പ്രതികളാണ് എന്നുള്ളത് എനിക്ക് ഇന്നും ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരോടും വഴക്കിട്ട് നടക്കുന്ന ഒരുത്തനുണ്ടായിരുന്നു. എല്ലാവരും കഴുത്തിന് കയറി പിടിക്കും. ജിമ്മ് നടത്തണം അവൻ്റെ അച്ഛൻ, അതുകൊണ്ട് അവൻ നല്ല ആരോഗ്യമുണ്ട്. അപ്പോൾ ഒന്ന് പറഞ്ഞ രണ്ടിന് കഴുത്തിന് ഇങ്ങനെ പിടിക്കുക വെച്ചാൽ ഞങ്ങളിൽ പലർക്കും അവനോടൊരു ദേഷ്യമുണ്ട്. കുറച്ച് ഹൈ ടെമ്പർ ആണെന്നേ ഉള്ളൂ. എന്നാൽ അതേസമയം നമ്മൾ ഒരുമിച്ച് ചെയ്യേണ്ട പല കാര്യങ്ങളിലും അവൻ സ്നേഹത്തോടെ കൂടെ നിൽക്കുന്ന ആളുമാണ്. അങ്ങനെ ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടി പോയി ഞങ്ങളുടെ ഒരു മാഷിനോട് പരാതി പറഞ്ഞു. അവനെ 2 കൈയെടുത്ത് ഈ മേശപ്പുറത്ത് വെപ്പിച്ചിട്ട് പുള്ളി എണ്ണി അടിക്കാൻ തുടങ്ങി. 50 അടിയോ 15 അടിയോ അങ്ങനെ ഒരു കൗണ്ടറാണ്. ചൂരൽ നല്ല തടിയുള്ള ചൂരൽ ഇങ്ങനെ പൊങ്ങും, പുള്ളിയുടെ കൈ പൊങ്ങുന്ന ഹൈറ്റിന്. എന്നിട്ട് അത് തിരിച്ചു വന്ന് അവനെ അടിക്കുക. ഒരു സമയം കഴിഞ്ഞപ്പോൾ
നമ്മുടെയും പിടിവിട്ടു, കണ്ടുകൊണ്ട് നിന്നാൽ നമ്മുടെ പിടിവിട്ടു. അത് കഴിഞ്ഞ് അവൻ്റെ അമ്മ സ്കൂളിൽ വന്ന് അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്ന് കുറ്റബോധമുണ്ട് കൂട്ടുകാരാ, അങ്ങനെ ഒരു പരാതി അവിടെ പോയി പറഞ്ഞതിന്. ഒരുപക്ഷെ ഇന്നത്തെ എൻ്റെ പക്വത അതൊരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ അങ്ങനെയല്ല ട്രീറ്റ് ചെയ്യേണ്ടിയിരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിന്നെ കുറച്ചുകൂടി കാര്യമായി നന്നായി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അധ്യാപകനോ അധ്യാപികയോ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നിൻ്റെ ആ ഹൈ ടെമ്പർ കാര്യങ്ങളെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. അതിനുള്ള യാതൊരു ട്രെയിനിങ്ങും കിട്ടിയിട്ടില്ലാതിരുന്ന, തല്ലാണ് സൊല്യൂഷൻ എന്ന് വിചാരിച്ചിരുന്ന കുറച്ച് അധ്യാപകരുള്ളൊരു സ്കൂളിലായിപ്പോയി നമ്മൾ പഠിച്ചത്. പോസ്റ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ വെറുത്ത മറ്റൊരു വ്യക്തി ഉണ്ടായിട്ടില്ല. അയാളിത് ജോൺസൺ മാഷ്. ഇത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ കുട്ടികൾക്ക് പേടിയും വെറുപ്പും ഉണ്ടാക്കിയ മറ്റൊരു മാഷ് ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിട്ടില്ല എന്ന് അയാൾ അറിയണം. ഇത്രയും നാളുകൾക്കിപ്പുറവും മാഷിനെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് ഒട്ടും മൂർച്ച കുറഞ്ഞിട്ടില്ല എന്നും ജോൺസൺ മാഷ് അറിയണം. ഞാൻ ഈ പോസ്റ്റ് വായിച്ചിട്ട് ഇതിൻ്റെ താഴേക്ക് പോകുമ്പോൾ ഒരുപാട് അധ്യാപകരുടെ പേര് ഇതുപോലെ പൊങ്ങി വരികയാണ്. കണ്ണൻ വല്ലാശ്ശേരിയിൽ എഴുതിയിരിക്കുന്ന കമൻറ്റ് ഇങ്ങനെയാണ്: ഞാൻ പഠിച്ചിരുന്ന ആലപ്പുഴ ജില്ലയിലെ മുതുകുളം SNV UP സ്കൂളിൽ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ചിങ്ങോലി നിവാസിനിയായ തങ്കച്ചി ടീച്ചർ. അവരോ മക്കളോ ഇത് കാണണം, അറിയണം എന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊരു സമയം കഴിയുമ്പോൾ ആ പോട്ടെ നോക്കും. പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അയാൾക്കിത് പറയണം. ചില മുറിവുകൾ കാലം മായ്ക്കാൻ വിസമ്മതിക്കുന്നവ ഉണ്ടെന്ന്. 1 മുതൽ 7 വരെ ആയിരുന്നു സ്കൂളിൽ ക്ലാസ്സുകൾ. ഞാനൊക്കെ അക്കാലത്ത് ബാലകലോത്സവത്തിനൊക്കെ കഥാപ്രസംഗം, വിൽപ്പാട്ട് മത്സരങ്ങളിൽ തുടർച്ചയായി 1ാം സമ്മാനം വാങ്ങുമായിരുന്നു. എൻ്റെ വീടിൻ്റെ മുന്നിലൂടെയുള്ള ഇടവഴിയിലൂടെയായിരുന്നു ടീച്ചർമാർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അതിനാൽ തന്നെ എൻ്റെ അമ്മയും കുഞ്ഞമ്മമാരും ഈ ടീച്ചർമാരും ഒക്കെയായി നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഒരിക്കൽ എന്നെ ടീച്ചേഴ്സ് റൂമിലേക്ക് വിളിച്ചു. ടീച്ചർമാർ മാത്രം ഇരിക്കുന്ന ഒരു പ്രൈവറ്റ് സ്പേസിൽ ചെരുപ്പ് വലിച്ചെറിഞ്ഞു എന്നുള്ളതായിരുന്നു കുറ്റം. ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല എന്നല്ല, ചിന്തിച്ചിട്ട് കൂടിയില്ലായിരുന്നു. പക്ഷേ തങ്കച്ചി ടീച്ചർ എന്തിനാണെന്നറിയില്ല അവർ പറയുകയാണ്, ഇവനെ ഞാൻ കണ്ടു, ഇവനാണ് ചെയ്തതെന്ന്. അവർ അങ്ങനെ തറപ്പിച്ച് പറയുകയാണ്. 4ലോ 5ലോ പഠിക്കുന്ന കുട്ടിയായ ഞാൻ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ചുറ്റും നിൽക്കുന്ന ടീച്ചർമാരുടെ നടുവിൽ പേടിച്ച് കരഞ്ഞുകൊണ്ട് നിന്ന എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അഥവാ പറഞ്ഞു ഫലിപ്പിക്കാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. അവർ തറപ്പിച്ച് തന്നെ പറയുകയാണ്, ഇവനാണ് ചെയ്തത്, ഇവനെ ഞാൻ കണ്ടു എന്നൊക്കെ. അതുവരെ എല്ലാ മത്സരങ്ങളിലും 1ാം സമ്മാനം മേടിച്ച് സ്കൂളിന് നിരവധി ട്രോഫികൾ മേടിച്ച് നൽകിയിട്ടുള്ള ഞാൻ ടീച്ചർമാരുടെ കണ്ണിൽ എന്തോ വലിയ അപരാധിയെ പോലെയായി. എൻ്റെ ചെറിയ മനസ്സ് അനുഭവിച്ച വേദന പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ്. ഇന്നും ഞാൻ ചിന്തിക്കാറുണ്ട്, അവർ എന്നോട് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്. ചില കണക്കുകൾ ദൈവം നേരിട്ട് ചോദിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്നിട്ടൊരു ബ്രോക്കൺ ഹാർട്ടിൻ്റെ ഫോട്ടോയാണ്. ഒപ്പം ആ സ്കൂളിൽ അന്നുണ്ടായിരുന്ന ഡ്രിൽ സർ രവീന്ദ്രനാഥ്, ഭഗീരഥി ടീച്ചർ, ദാസൻ സർ, വിജയമ്മ ടീച്ചർ, ശാരദ ടീച്ചർ, അക്കമ്മ ടീച്ചർ, സരോജൻ ടീച്ചർ, ശാന്തമ്മ ടീച്ചർ, ലീലാമ്മ ടീച്ചർ, ഹിന്ദി ടീച്ചർ, തയ്യൽ ടീച്ചർ, ശ്യാമ ടീച്ചർ തുടങ്ങി സ്നേഹത്തിൻ്റെയും നന്മയുടെയും നിറകുടമായ ടീച്ചർമാരെ ഒരുപാട് നന്ദിയോടെ സ്നേഹത്തോടെ പാദം തൊട്ട് വണങ്ങുന്നു എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാ ടീച്ചർമാരും അല്ല, പക്ഷേ ഗുരുക്കന്മാർ മുഴുവൻ കാല് കഴുകി നമ്മൾ കൊണ്ടു നടക്കേണ്ട ആളുകളാണ് എന്നുള്ളത് ഭയങ്കര മോശമാണ്. ഇർഷാസ് ഹംസ് എഴുതിയിട്ടുള്ള പോസ്റ്റ് ഇങ്ങനെയാണ്: കാശും പദവിയും കുടുംബ മഹിമയുമുള്ള പഠിപ്പിസ്റ്റുകളെ മാത്രം പരിഗണിക്കുന്ന ടീച്ചേഴ്സ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. 98-ൽ 8ൽ പഠിക്കുമ്പോഴുണ്ടായ ഒരു സംഭവം 2 വർഷം മുന്നേ ഫേസ്ബുക്കിൽ കുറിച്ചപ്പോൾ ആ വ്യക്തി ഇൻബോക്സിൽ വന്ന് ഡയലോഗ് അടിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്നത്തെ അതേ ധാർഷ്ട്യത്തോടെ. 25 വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു സംഭവം ഇപ്പോഴും ഓർക്കുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് ബ്ലോക്ക് ചെയ്തിട്ട് പോയി. ചിലർ മാറില്ല. കാശ് കൊടുത്ത് ജോലി വാങ്ങിച്ചതിൻ്റെ അഹങ്കാരമാവാം. ചിലപ്പോൾ എല്ലാവരും കാശുള്ളവരായിരിക്കില്ലല്ലോ. ദീപു മുറിക്കൻ എഴുതിയിരിക്കുന്ന കമൻറ്റ്: ഭർത്താവുമായി പിണങ്ങുന്ന അന്ന് ഭദ്രകാളിയാവുന്ന ടീച്ചർ. തിരിച്ചും പഠിപ്പിക്കുന്നത് ആർക്കും മനസ്സിലായില്ലെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ ശരിയുത്തരം പറഞ്ഞില്ലേ ചൂരൽ വടി എടുത്ത് സൈക്കോസിസത്തിൻ്റെ മാരക വേർഷനാവുന്ന പള്ളിയിലച്ചനായ കണക്ക് മാഷ്. ഇന്ദുലേഖയുടെ ഇംഗ്ലീഷ് സെക്കൻഡ് മുഖത്തോട് ചേർത്ത് വെച്ച് കുനുകുനാന്ന് ആരും കേൾക്കാതെ ആർക്കോ വേണ്ടി പഠിപ്പിച്ചിരുന്ന ഇംഗ്ലീഷ് മാഷ്. കുട്ടയുമായി നടന്ന് ചാണാൻ വാരി വിൽക്കാൻ പറഞ്ഞിരുന്ന ഒരങ്ങേര്. അന്നേ വരെ എഴുതിയ എല്ലാ പരീക്ഷയ്ക്കും കോപ്പി അടിച്ചിട്ടും ആരും പിടിക്കാതിരുന്നിട്ടും കോപ്പിയടി നിർത്തി ആദ്യമായി എഴുതിയ പരീക്ഷയുടെ അന്ന് കോപ്പിയടി പിടിച്ചെന്ന് പറഞ്ഞ് ഓഫീസിൽ കൊണ്ടുപോയ ഒരു ടീച്ചറും. അതും എല്ലാം ഒരു സ്കൂളിൽ. പിന്നെ ഇന്നേ വരെ മനസ്സിൽ ചോദ്യമായി അവശേഷിക്കുന്ന ഒരു കാര്യവും അതെന്താണെന്ന് വെച്ചാൽ, തോറ്റ് പ്രായത്തിൽ മൂത്ത് ക്ലാസ്മേറ്റ് ആയിരുന്ന ചില ചേച്ചിമാരെ ആണുങ്ങളുടെ സ്റ്റാഫ് റൂമിലേക്ക് 3ാം പീരീഡ് കഴിഞ്ഞ് വിളിപ്പിച്ച് ചില കുൽസിത പ്രവർത്തികൾ ചെയ്ത് ശിക്ഷിച്ചിരുന്ന ചില എരണം കെട്ട മാഷന്മാർ. പാവം ചേച്ചിമാർ തിരിച്ചു വന്ന് ഡെസ്കിൽ തല കുനിച്ചിരുന്ന് പോകുന്നത് വരെ കരയും. പിന്നെ 2 ദിവസം വരികയുമില്ല. ഇപ്പോഴത്തെ കുട്ടികൾ ഭാഗ്യമുള്ളവരാണ്. 1-2 മക്കളും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കൾ. കുട്ടികളെ ആരെങ്കിലും ചൊറിഞ്ഞാൽ നൈസായിട്ട് പണി കൊടുക്കുന്ന മാതാപിതാക്കൾ, ഗൺ പോയിന്റിൽ നിർത്തുന്നവർ എന്നൊക്കെ. ഞാൻ ഈ വായിച്ചത്, ഇത് വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോഴും എത്രയോ പെൺകുട്ടികളുടെ ഒരിക്കലും മാറാത്ത ട്രോമയാണ് ഈ അധ്യാപകരുണ്ടാക്കിയിട്ടുള്ളത്. വീണ്ടും പറയുന്നു, എല്ലാ അധ്യാപകരും അല്ല. ഇതിപ്പോൾ ഇങ്ങനെ എണ്ണിപ്പെറുക്കി വായിക്കുന്നതിൻ്റെ ഇനിയുണ്ട്, ഇങ്ങനെ പോവാണ്, കമൻസ് ഇങ്ങനെ കിടക്കുക. ഇതിപ്പോഴും എണ്ണിപ്പെറുക്കി വായിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാവരും കാലും നീട്ടിയിരിക്കാൻ അർഹതയുള്ളവരല്ല. ഇനിയാണെങ്കിൽ തന്നെ ചെയ്യാൻ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹം വരുന്ന, ജീവിതം കണ്ടറിഞ്ഞിട്ടുള്ള
വിദ്യാർത്ഥി വരട്ടെ, അങ്ങനെയുള്ളവർ പോലും കാല് കഴുകാൻ വേണ്ടി വരില്ല. ഇനി ഇതിൻ്റെ മറ്റൊരു വേർഷൻ ഉണ്ട്. ഈ പാദപൂജയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള കുറേ ആളുകളുണ്ട്. അവരൊക്കെ ഇട്ടിട്ടുള്ള ചില പോസ്റ്റുകളിൽ കൂടി നമുക്കൊന്ന് കടന്നുപോയി നോക്കാം. പന്തള രാജകുമാരൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഗുരുവിൻ്റെ കാൽ കഴുകി പാദപൂജ ചെയ്യുന്നതിന് ഹിന്ദു മതത്തിലും ഭാരതീയ സംസ്കാരത്തിലും വലിയ പ്രാധാന്യമുണ്ട്. ഇതിന് പിന്നിൽ ആഴത്തിലുള്ള ആത്മീയവും പ്രതീകാത്മകവുമായ നിരവധി കാരണങ്ങളുണ്ട്. പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ് എന്നൊക്കെയാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഈ ഭാരതീയ സംസ്കാരം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേ നമുക്ക് ഊഹിക്കാവുന്നതാണ് ഇതൊരു വർണ്ണ വ്യവസ്ഥയുടെ ഭാഗമായി നിലനിന്നിരുന്ന ഒരു സിസ്റ്റമാണ്. അതിനെയൊക്കെ തൂക്കിയെടുത്ത് പുറത്ത് കളഞ്ഞിട്ടാണ് ഡോക്ടർ അംബേദ്കർ നമുക്കിങ്ങനെ ഒരു ഭരണഘടന ഉണ്ടാക്കി തന്നിട്ടുള്ളത്. പിന്നെ ആത്മീയവും പ്രതീകാത്മകവും ഒക്കെ നിങ്ങൾ സ്കൂൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. ആദരവും ഭക്തിയും പ്രകടിപ്പിക്കാൻ, അതാണ് ഒന്നാമത്തെ കാര്യം. ഗുരുവിനെ ദൈവതുല്യനായി കണക്കാക്കുന്നു. മാതാപിതാ ഗുരു ദൈവം എന്ന ചൊല്ല് മാതാപിതാക്കൾക്കും ഗുരുവിനും ദൈവത്തിനും തുല്യമായ സ്ഥാനമാണ് നൽകുന്നത്. ഗുരുവിൽ നിന്നാണ് ശിഷ്യൻ അറിവും ജ്ഞാനവും നേടുന്നത്. അതുകൊണ്ട് ഗുരുവിനോടുള്ള അഗാധമായ ആദരവും ഭക്തിയും സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമാണ് പാദപൂജ. അതായത് ഗുരുവിൽ നിന്ന് മാത്രമാണ് ഈ അറിവ് നേടുന്നത്. അതൊക്കെ പഴയതടോ. ഇത് ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ കുറച്ച് പെർട്ടിക്കുലർ ജാതിയിലൊക്കെ പെടുന്ന ആളുകൾ ഇവർ സ്വയം ഉണ്ടാക്കിയെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന അറിവ് ഇത് നേടാൻ വേണ്ടി അവിടെ പോയി കിടക്കുക എന്ന് പറയുന്നതല്ല നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കുട്ടികൾ ഏറ്റവും ആദ്യം പൂജിച്ച് തൊഴേണ്ടത് ഗൂഗിളിനെയാണ്. ഗൂഗിളിൻ്റെ ഒരു ലോഗോ ഉണ്ടാക്കി വെച്ചിട്ട് കുട്ടികൾ ഗൂഗിളിൻ്റെ ഏകദേശം ആ ചോട്ടിലായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പൂവിട്ട് അർപ്പിക്കുകയാണ് വേണ്ടത്. കാരണം സ്കൂളിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ, ഒരു പക്ഷേ സ്കൂളിൽ പഠിപ്പിച്ച കാര്യം കൃത്യമായി മനസ്സിലാക്കാതെ വരുമ്പോൾ അതിൻ്റെ ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ട്യൂഷൻ ക്ലാസ്സുകളിൽ അപ്പോൾ പാദപൂജ നടത്തേണ്ടി വരില്ലേ? എന്തിന് ChatGPT പാദപൂജ നടത്തേണ്ടി വരില്ലേ? പിന്നെ മാതാപിതാ ഗുരു ദൈവം, ഒരുവിധം കോമൺ സെൻസ് ഉള്ള മാതാപിതാക്കൾ ഗുരുവിനെ ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ട് വെക്കുന്ന പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ട്. കാരണം സ്വന്തം കുട്ടിയെ സ്കൂളിൽ അകാരണമായി ശാരീരികമായോ മാനസികമായോ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുന്ന മാതാപിതാക്കൾ വന്നു കഴിഞ്ഞു. മാതാപിതാക്കളിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ വിളിച്ചു പറയാൻ ഇവിടെ ചൈൽഡ് ലൈൻ ഉണ്ട്, ഹെൽപ്പ് ലൈൻ ഉണ്ട്. ആരും ദൈവമോ അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നൊരു പരിപാടി അത്രയും വലിയൊരു ഒമ്നിപോട്ടൻ്റ് അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ എല്ലാം തരുന്ന അങ്ങനെ ഒരു കൺസെപ്റ്റ് കുട്ടികളിൽ അടിച്ചേൽപ്പിക്കല്ലേ. അവരുടെ സ്വതന്ത്രമായ ചിന്തകൾക്കും അവർക്കെതിരെ വരുന്ന അതിക്രമങ്ങൾക്കെതിരെയൊക്കെ ശബ്ദമുയർത്താൻ പറ്റാത്ത കുട്ടികൾ ഒതുങ്ങിപ്പോവും. ആദരവും ഭക്തിയും പ്രകടിപ്പിക്കാൻ, ആദരവും ഭക്തിയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ ഒരാളൊരു സാധനം തരുമ്പോൾ പിന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇത് സ്കൂളാണ് മിസ്റ്റർ, അവർ പഠിപ്പിക്കുകയാണ്. ആദരവും ഭക്തിയൊക്കെ തോന്നുമ്പോൾ അവിടെ പോയി നടുവളച്ച് നിൽക്കുന്നത് അത് അടിമത്തം കാണിക്കലാണ്. ഗുരുവിൻ്റെ അനുഗ്രഹം നേടാൻ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഗുരുവിൻ്റെ പാദങ്ങളിൽ ദിവ്യമായ ഊർജ്ജം കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. ആരുടെ വിശ്വാസം? പാദപൂജയിലൂടെ ഗുരുവിൻ്റെ അനുഗ്രഹവും ശക്തിയും ശിഷ്യനിലേക്ക് ഒഴുകിയെത്തുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗുരുവിൻ്റെ പാദങ്ങൾ സ്പർശിക്കുന്നതിലൂടെയോ കഴുകുന്നതിലൂടെയോ ആത്മീയമായ ഉണർവ് ലഭിക്കുമെന്നും വിഘ്നങ്ങൾ മാറുമെന്നും കരുതപ്പെടുന്നു. എന്നാൽ പിന്നെ ഈ ഗുരുപൂജ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഒരു പെർട്ടിക്കുലർ ദിവസം നടത്തണോ? എല്ലാ ദിവസവും രാവിലെ സ്കൂളിലെത്തുമ്പോഴേക്കും അധ്യാപകർ കാല് കഴുകാതെ സ്കൂളിൽ വരട്ടെ, കുട്ടികളൊക്കെ കുത്തിയിരുന്ന് കഴുകട്ടെ, എല്ലാവർക്കും എല്ലാ ദിവസവും ആത്മീയമായ ഉണർവ് വേണ്ടേ? വർഷത്തിലൊരു ദിവസം മാത്രം ആത്മീയ ഉണർവ് കൊടുത്താൽ മതിയോ? അത് കഴിഞ്ഞൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന സമയത്ത് അവിടെയും അധ്യാപകരുടെ ഇതുപോലെ കാല് കഴുകട്ടെ. അത് കഴിഞ്ഞൊരു കമ്പനിയിൽ ജോലിക്ക് കയറുമ്പോൾ അവിടെ ട്രെയിനറായിട്ട് നിൽക്കുന്ന ആളും ഗുരുവേ എന്ന് പറഞ്ഞ് കാല് കഴുകട്ടെ. നിങ്ങൾ ഏത് ലെവൽ വരെയാണ് നിങ്ങൾ കാല് കഴുകുന്നത്? കൊച്ചു കുട്ടികളെ കൊണ്ട് തിരിച്ച് ചോദ്യം ചെയ്യില്ല എന്നുറപ്പുള്ളത് കൊണ്ട് അച്ഛനെ അമ്മയും വരെ ബ്രെയിൻ വാഷ് ചെയ്ത് മതത്തിൻ്റെ പേരിൽ ബ്രെയിൻ വാഷ് ചെയ്ത് നിർത്താം എന്നുള്ളത് കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് മാത്രമാണിത്. ഗുരുവിൻ്റെ പാതാരവിദ്യങ്ങളിൽ ഊർജ്ജം കുടികൊള്ളുന്നു. എന്ത് ഊർജ്ജമാണ്? ദിവ്യമായ ഊർജ്ജം കുടികൊള്ളുന്നു എന്നാണ് പറയുന്നത്. ഏത് ഗുരുവിൻ്റെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഏത് കാലഘട്ടത്തിലെ ഗുരുവിനെയാണ് നിങ്ങൾ റെഫർ ചെയ്യുന്നത്? ഫോട്ടോ വെക്കുന്നത് മുഴുവൻ മറ്റേ മഹർഷി ഋഷിവര്യൻ പരിപാടികളൊക്കെയാണ്. അതൊക്കെ ഏത് കാലത്ത് മണ്ണടിഞ്ഞു പോയ ആളുകളാണ്. ഫോസിൽ പോലും ഇല്ല. പിന്നെ ഇതെല്ലാം വിശ്വാസവും കരുതപ്പെടലും മാത്രമാണ്. നിങ്ങളുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗുരുവിൻ്റെ പാദം കഴുകിയ കുട്ടികളെയൊക്കെ വിളിച്ച് നമുക്ക് നേരെ PSC ടെസ്റ്റ് എഴുതിക്കാം. അവരൊക്കെ നേരെ IAS ടെസ്റ്റിന് വിടാം. ഗുരുവിൻ്റെ പാദങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ദിവ്യമായ ഊർജ്ജം അവരുടെ ഉള്ളിൽ കുടികൊള്ളുന്നുണ്ടല്ലോ. അങ്ങനെയാണോ? അടുത്ത പോയിന്റ് ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് എന്നാണ്. ഗുരുവിൻ്റെ പാദങ്ങൾ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും പ്രതീകമാണ്. കാലാണ്. ഗുരുവിൻ്റെ പാദങ്ങൾ പൂജിക്കുന്നതിലൂടെ ശിഷ്യൻ അജ്ഞാനത്തിൽ നിന്ന് മോചനം നേടാനും ജ്ഞാനത്തിൻ്റെ പാതയിലേക്ക് കടക്കാനും ആഗ്രഹിക്കുന്നു. അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഈ കുട്ടികളൊക്കെ പൂജിക്കണത്. എനിക്ക് തോന്നാറുണ്ട് അവർ പറഞ്ഞു ചെയ്തു എല്ലാവരും ഭയങ്കര ബഹുമാനമൊക്കെ കിട്ടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ ഭാഗമായി കഴിയുമ്പോൾ ഈ മുന്നിലിരിക്കുന്ന അധ്യാപകരാണെങ്കിലും ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരൊക്കെ ആണെങ്കിലും ഈ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ എനിക്കൊരു അംഗീകാരം കിട്ടുന്നു എന്നുള്ളൊരു ഫോൾസ് തോട്ട് ഒരു കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ പേരിൽ അവർക്ക് ചിലപ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു സന്തോഷം ഉണ്ടാവും എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു തേങ്ങയുമില്ല. പിന്നെ ഗുരുവിൻ്റെ പാദങ്ങൾ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും പ്രതീകമാണ് എന്ന് പറയുന്നത് തലച്ചോറ് എവിടെ ഇരിക്കുന്നത്, കിഡ്നി എവിടെ ഇരിക്കുന്നത്, ലിംഫ് ഗ്രന്ഥികൾ എവിടെയാണ് ഇരിക്കുന്നത് എന്നൊന്നും അറിയാൻ പാടില്ലാതിരുന്ന കാലഘട്ടത്തിൽ വളരെ പ്രാചീനമായ പ്രാകൃതമായ ഗോത്രവർഗ ചിന്തകളുടെയൊക്കെ ഭാഗമായിട്ട് ഈ കാലിൻ്റെ അടി കൂടി ഇങ്ങനെയാണ് ഒലിച്ചിറങ്ങുന്നത്. അപ്പോൾ അത് നമ്മൾ പിടിക്കണം എന്ന് പറയുന്നൊരു വീണ്ടും അടിമത്തത്തിൻ്റെ
ചിന്തയുടെയൊക്കെ ഭാഗമായിട്ടാണ്. തലച്ചോറ് തലയിലാണ് ഇരിക്കുന്നതെന്നും തലച്ചോറ് കൊണ്ടാണ് മനുഷ്യൻ ചിന്തിച്ച് അല്ലെങ്കിൽ ഈ മനസ്സെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ധ്യാനം മറ്റത് മറിച്ചതെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തലയുടെ ഉള്ളിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് എന്നുള്ളൊരു സാമാന്യ ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഗുരുവിൻ്റെ തലയല്ലേ പൂജിക്കേണ്ടത്? അത് തലേന്ന് ഒലിച്ചിറങ്ങി മിച്ചം വരുന്നത് പൂജിച്ചാൽ മതി എന്നാണോ? അത് അടിമത്തമാണ് സാർ. അടുത്ത പോയിന്റ് ശുദ്ധീകരണവും മോക്ഷവുമാണ്. ഗുരുവിൻ്റെ പാദങ്ങളിൽ നിന്നുള്ള പുണ്യജലം, പാദതീർത്ഥം എല്ലാ പാപങ്ങളെയും ദോഷങ്ങളെയും ഇല്ലാതാക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. മോക്ഷത്തിലേക്കും ആത്മീയ ഉന്നതിയിലേക്കും നയിക്കുന്ന ഒരു മാർഗ്ഗമായും പാദപൂജയെ കാണുന്നു. ഈ പറയുന്ന മോക്ഷഗതി എന്നൊക്കെ പറയുന്നത് ഇത് മറ്റേ അൾട്ടിമേറ്റ് ഫ്രീഡം എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഇതൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഈ കൺസെപ്റ്റിനെ കുറിച്ച് ബേസിക് വിവരമെങ്കിലുള്ള പിള്ളേരെ കൊണ്ടാണോ നിങ്ങൾ ഈ വൃത്തികേട് കാണിച്ചത്? ആത്മീയ ബന്ധം ശക്തിപ്പെടാൻ എന്നാണ് അടുത്ത പോയിന്റ് കൊടുത്തിരിക്കുന്നത്. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആത്മീയ ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ പാദപൂജ സഹായിക്കുന്നു. ഒരു പാദപൂജയുടെയും ബലത്തിലല്ല സ്നേഹിച്ച അധ്യാപകർ ഞങ്ങളെ സ്നേഹിച്ചിട്ടുള്ളത്. പാദപൂജ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ പോലും നമ്മളോട് ക്രൂരമായി പെരുമാറിയ മോശമായി പെരുമാറിയ അധ്യാപകർ അതിലൊരു മാറ്റവും വരുത്താൻ പോകുന്നില്ല. പിന്നെ ഈ കുട്ടികളൊക്കെ കഴുകിയത് റിട്ടയർഡായി പോയതൊക്കെ സാറന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സംഘടനയുടെയൊക്കെ മുന്നിൽ നിൽക്കുന്ന ആളുകളൊക്കെയാണ്. ഗുരുവിനോടുള്ള സമർപ്പണവും വിശ്വാസവും ഈ ചടങ്ങിലൂടെ വർദ്ധിക്കുന്നു. ഒരു ശിഷ്യനും ഒരു സ്കൂൾ വിദ്യാർത്ഥിയും ഒരാൾക്കും അടിമപ്പെടുകയോ സമർപ്പിക്കുകയോ കണ്ണും പൂട്ടി വിശ്വസിക്കുകയോ ചെയ്യരുത്. ഒരു സാർ ഒരു കാര്യം ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള എല്ലാ സോഴ്സും ഇന്ന് കുട്ടികൾക്കുണ്ട്. വീട്ടിൽ പോയി അച്ഛനോടും അമ്മയോടും സംസാരിക്കാം, കൂട്ടുകാർ തമ്മിൽ സംസാരിക്കാം, ഗൈഡുകൾ അവൈലബിൾ ആണ്, ഓൺലൈനിൽ സെർച്ച് ചെയ്യാം, ട്യൂഷൻ ക്ലാസ്സുകളുണ്ട്. ഇത്രയൊക്കെ ഉള്ള കുട്ടി എന്തിനാണ് ഒരു സാറിനെ പോയി കണ്ണടച്ച് വിശ്വസിക്കുന്നത്? ഇനി ഗുരു പൂജയ്ക്ക് അർഹനാണോ എന്നുള്ള ചോദ്യം ഈ പോസ്റ്റിൽ തന്നെയുള്ള. അതെ, ഗുരു തീർച്ചയായും ഗുരുപൂജയ്ക്ക് അർഹനാണ്. ഭാരതീയ സംസ്കാരത്തിൽ ഗുരുവിന് വളരെ ഉയർന്ന സ്ഥാനമാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഗുരുവിനെ ഈശ്വര തുല്യനായും അറിവിൻ്റെ പ്രകാശമായും കണക്കാക്കുന്നത്. ഇതൊക്കെ ആ ബ്രാഹ്മണിക്കൽ പരിപാടിയാണ്. അവന്മാർ തന്നെ പൊക്കി വെക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ബ്രാഹ്മണനായി ജനിച്ചു പോയ എല്ലാവരും പുച്ഛിക്കാൻ വേണ്ടി പറഞ്ഞിട്ടായല്ലോ അല്ല. ഇത് മറ്റേ ആർഷഭാരത ഇവർ ഈ പറയുന്ന സംസ്കാരം ഉണ്ടല്ലോ, അവിടെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഇതൊക്കെ ഇത്തരം ആചാരങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുള്ള ആളുകൾ അവനവനെ പുഷ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള പരിപാടിയാണ്. അവരാണ് ഇതൊക്കെ വലിയ സംഭവമായിട്ട് കാണുന്നത്. ഇതിങ്ങനെ കാണണം എന്ന് എഴുതി വെച്ചതും എല്ലാവരെയും പഠിപ്പിക്കാൻ ശ്രമിച്ചതും അവർ തന്നെയാണ്. ഞാനാണ് സംഭവം എന്ന് ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? ഗുരുപൂജ എന്നത് ഗുരുവിനോടുള്ള ആദരവ്, കൃതജ്ഞത, ഭക്തി എന്നിവ പ്രകടിപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. അങ്ങനെ കൃതജ്ഞത, നന്ദി ഒന്നും കാണിക്കേണ്ട ഒരു കാര്യമില്ല. അവർ ശമ്പളം വാങ്ങുന്നു, അവർ ജോലി ചെയ്യുന്നു. നാളെ ശമ്പളം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവർ കുറച്ചുകൂടി നല്ല എന്തെങ്കിലും ഒരു ജോലിക്ക് പോകുമായിരിക്കും. എന്തുകൊണ്ടാണ് ഗുരുപൂജയ്ക്ക് ഗുരു അർഹനാകുന്നതിൻ്റെ കാരണങ്ങൾ? അറിവിൻ്റെ പ്രദാനം ചെയ്യുന്നയാൾ, ആത്മീയവും ഭൗതികവുമായ വളർച്ച, ത്യാഗവും സമർപ്പണവും. ശിഷ്യൻ്റെ ഉന്നമനത്തിനായി ഗുരു സ്വന്തം സമയവും ഊർജ്ജവും അറിവും ത്യാഗം ചെയ്യുന്നു. ഇത് നിസ്വാർത്ഥ സേവനത്തിന് ഗുരുപൂജയിലൂടെ ശിഷ്യർ നന്ദി രേഖപ്പെടുത്തുന്നു. അങ്ങനെ സമയവും ഊർജ്ജവും അറിവും ഒക്കെ ത്യാഗം ചെയ്യുന്ന അങ്ങനത്തെ ഗുരുക്കന്മാരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇവരൊക്കെ എല്ലാ മാസവും ശമ്പളം വാങ്ങിച്ച് അവരവരുടെ കുടുംബത്തിനെ നോക്കി, മക്കളുടെ കാര്യങ്ങൾ നോക്കി, ഭാര്യയുടെ കാര്യങ്ങൾ നോക്കി, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കി, സ്വന്തം ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ട് അങ്ങനെയൊക്കെ പോകുന്ന ആളുകളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പാരമ്പര്യമായി ലഭിച്ച അറിവുകളും സനാതന മൂല്യങ്ങളും അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നു. ഇത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഈ സനാതന മൂല്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സായിപ്പന്മാരെല്ലാവരും തൂങ്ങി മരിച്ചോ? അല്ലെങ്കിൽ അവർക്ക് വംശനാശം സംഭവിച്ചോ? ഈ ഭയങ്കര ബുദ്ധിപരമായി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു മണ്ടത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാവില്ല. അങ്ങനെ കുറേ ഗുരുപൂജ ഗുരു ഇതുപോലെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ അടിച്ചിറക്കിയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സും കൂടി പറയുകയാണ്. ഒന്ന്, ഭാരതം ലോകത്തിൻ്റെ ഗുരുവാണ്. ലോകം മുഴുവൻ ഭാരതത്തിനെ ഗുരുവായിട്ടാണ് കാണുന്നത്. ഇത് മറ്റേ സന്യാസി ഈ പറഞ്ഞ സാധനമൊക്കെ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ അവരവരെ കുറിച്ച് തന്നെ പറഞ്ഞതുപോലെ നമ്മളാണ് കേട്ടോ മെയിൻ എന്ന് നമ്മൾ തന്നെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ അത് വിശ്വസിക്കാൻ പറയുകയാണ്. ഇതൊക്കെ ഒരു പുകമറ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ആ പുകമറ കൊച്ചുകുട്ടികളുടെ ഹൃദയത്തിലേക്ക് കൂടി പകർന്ന് കൊടുക്കരുത്. ജുവനൈൽ ജസ്റ്റിസിൻ്റെ നഗ്നമായ ലംഘനമാണ് ഈ ഒരു കാര്യത്തിലൂടെ പാദപൂജയിലൂടെ നടന്നിരിക്കുന്നതെന്നാണ് ഒരു ബാലാവകാശ കമ്മീഷൻ അംഗം ഒരു പത്രമാധ്യമത്തിന് കൊടുത്തിട്ടുള്ള ബൈറ്റിൽ പറയുന്നത്. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ കാണുന്ന നമ്മളായിട്ട് മാറുന്നത് ഈ പുരാതന ഗോത്രീയ ചിന്തകളുടെ അതൊന്നും ചുമന്നുകൊണ്ട് നടന്നിട്ടല്ല. ഒരുപാട് പടവെട്ടിയും നൂതനമായ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും പുരോഗമനപരമായി ചിന്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ്. പിന്നെ ഇവർ നിങ്ങൾ ഈ പോസ്റ്റുകളൊക്കെ എടുത്ത് വായിച്ചു നോക്കും. ഇവർ ഗുരു എന്ന് ആരാണ് റെഫർ ചെയ്യുന്നത്? സ്കൂളിൽ പഠിപ്പിക്കുന്ന സാർമാരൊന്നുമല്ല. അവരെ പ്രതീകമാക്കി വെച്ചുകൊണ്ട് ദൈവം എന്ന് പറയുന്ന ഒരു പരിപാടി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വളരെ സുപ്പീരിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന വേറൊരു കൂട്ടർ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു കൂട്ടരെ നമ്മളിങ്ങനെ മുന്നിൽ കാണണം, മനസ്സിൽ കാണണം എന്നൊക്കെ പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ട് ഭാരതത്തിൻ്റെ ഗുരുവായി വേറെ കുറേ ആളുകൾ അവർ ചിലപ്പോൾ മുന്നിൽ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് ഇതെല്ലാം ഈ പാത മുഴുവൻ നടന്നു ചെല്ലാൻ പോകുന്നത് പ്യുവറായിട്ട് പറയുമ്പോൾ ജാതിയുടെ മാർഗത്തിലേക്ക് തന്നെയാണ്. നമ്മൾ ഈ പറയുന്ന സനാതന മൂല്യങ്ങളിൽ ഉറച്ചു നിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എങ്കിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഞാനൊരിക്കലും ഗുരുപൂജ ചെയ്യുന്നുണ്ടാവില്ല. കാരണം എൻ്റെ
തലമുറയിൽപ്പെട്ട എല്ലാവരെയും ഏതെങ്കിലും ഒരു പാടത്ത് കാളയ്ക്ക് പകരം നുകത്തിൽ കെട്ടി പാടമുഴാൻ വേണ്ടി ഉപയോഗിക്കുകയായിരിക്കും. ഞങ്ങൾക്ക് ആർക്കും ഒരു പള്ളിക്കൂടത്തിലും പ്രവേശനം ഉണ്ടാവില്ലായിരുന്നു. അക്ഷരങ്ങളോ പുസ്തകങ്ങളോ ശാസ്ത്രമോ ചിന്തകളോ ഒന്നും ഞങ്ങളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഈ പറയുന്ന സനാതന മൂല്യങ്ങൾ കഠിനമായി പരിശ്രമിക്കുമായിരുന്നു. അവിടെ അവർ തന്നെ ഗുരുക്കന്മാരെന്ന് വിളിക്കുന്ന താടിയും മുടിയും വളർത്തിയിട്ടുള്ള പ്രത്യേക വർണ്ണവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഗുരുക്കന്മാരായി തുടരുകയും അവരിൽ നിന്ന് വിദ്യ അഭ്യസിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതയുള്ള കുലത്തിൽ പറഞ്ഞിട്ടുള്ള ആളുകൾ മാത്രം അത് പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ആ കാലഹരണപ്പെട്ട മൂല്യങ്ങളെ ആശയങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് അതിനെതിരെ പോരാടാൻ വേണ്ടി എനിക്കടക്കം ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷത്തിന് അവകാശം നേടിത്തന്ന അംബേദ്കറിനെ മുന്നിൽ വെച്ചുകൊണ്ട് കേരളത്തിലെ പള്ളിക്കൂടങ്ങളിൽ വിപ്ലവം ആരംഭിച്ച അയ്യങ്കാളിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരുത്തനും പാദപൂജ ചെയ്യാൻ പറ്റില്ല. അയ്യങ്കാളിയുടെ സമരത്തിന് മുമ്പ് ഒരു ഗുരുവിന്റെ കൺവെട്ടത്ത് വരാനോ വിളിപ്പുറത്ത് ചെല്ലാനോ പോലും അർഹതയില്ലാതിരുന്ന ആളുകളോട് വാ നമുക്ക് ഗുരുപൂജ ചെയ്തിട്ട് മറ്റേ ഗുരുവിൻ്റെ എന്തോ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി മുമ്പൊരിക്കൽ പറഞ്ഞ ഡയലോഗാണ് പറയാനുള്ളത്, കടക്ക് പുറത്ത് എന്ന് പറയണം. ഇത്തരം കാലഹരണപ്പെട്ട ആശയങ്ങളെ ചിന്തകളെ അത് നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ അടിച്ചേൽപ്പിക്കരുത്. ഇനി ഗുരുപൂജ ചെയ്യുന്നത് എന്തോ മഹത്തരമാണ്, അത് നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നല്ലത്, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചോളൂ. ഒരു ഉളുപ്പുമില്ലാതെ കൊച്ചുകുട്ടികളുടെ മുമ്പിൽ കഴുകാൻ വേണ്ടി കാലും വെച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങളൊക്കെ പണ്ട് ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ ഇപ്രാവശ്യം ഗുരുപൂജയ്ക്ക് കഴുകാൻ എൻ്റെ കാല് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ബോർഡ് വെക്കൂ, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടൂ. നിങ്ങളൊക്കെ പഠിപ്പിച്ച് വിട്ടിട്ടുള്ള ഏതെങ്കിലും ഒരാൾ ജീവിതത്തിൽ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ആ സക്സസിൻ്റെ കാരണം ഈ അധ്യാപകനോ അധ്യാപികയോ ആണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് കാല് കഴുകാൻ വരാനുള്ള അത്രയും നിങ്ങൾ എന്തെങ്കിലും ഒരു പുല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഒന്ന് കഴുകിയിട്ട് പോട്ടെ. അല്ലാതെ ഇച്ചിരി ഇല്ലാത്ത പിള്ളേരുടെ അടുത്ത് പോയി കാല് നീട്ടി വെച്ച് എങ്ങനെയാണ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവരൊക്കെ എന്ത് പ്രാകൃതമായിട്ടാണ് ചിന്തിക്കുന്നത് ഈ കാല് കഴുകാൻ ഇരുന്ന് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹൈജീനൊന്നും ഇവർക്കൊരു വിഷയമേ അല്ല. ഹൈജീൻ വിടൂ. നിങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ എന്ത് അനുഗ്രഹം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഈ ഇരുന്ന് കൊടുത്തത്. ഇക്കണ്ട് കാണായ കാലം മുഴുവൻ ജീവിച്ചു തുടങ്ങി അതേ സ്ഥലത്ത് തന്നെ ജീവിച്ചു തീരാൻ പോകുന്ന നിങ്ങൾ ഈ ലോകമെമ്പാടും കീഴടക്കാൻ കെൽപ്പുള്ള ഒരു മനുഷ്യ ജീവിയെ എന്ത് ഉണ്ടമ്പൊരി കൊടുത്ത് അനുഗ്രഹിക്കാൻ പോകുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്?